ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലേൺ വിത്ത് എൻ ആൻഡ് കെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതേപോലെ തന്നെ ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വ്യൂസ് നമുക്ക് കൂടുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. പക്ഷേ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണെന്ന് പഠിപ്പിച്ചതെന്നൊന്ന് ബ്രീഫ് ചെയ്തിട്ട് പോകാം. സോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കുക. നോട്ട്സ് അപ്പം തന്നെ എഴുതി പഠിച്ചു പോകുക. അപ്പോൾ വീണ്ടും നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക് ആക്ടിവിറ്റീസും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസും, അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു, എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും. അപ്പോൾ മക്കളെ, നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്തായിരുന്നു പഠിച്ചത്? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു? ഏർണിംഗ് മണി അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവ്സൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു. ലൈക്ക് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ടീച്ചേഴ്സ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ്. അവരുടെ മെയിൻ മോട്ടീവ് എന്താ? പ്രോഫിറ്റ് ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, ഭാവിയിലേക്ക് സമ്പാദിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു എക്കണോമിക് ആക്ടിവിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി. നോൺ എക്കണോമിക് ആക്ടിവിറ്റിയിൽ എന്തോ പഠിച്ചത്? ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റിയിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, മണി ഉണ്ടാക്കുന്നു. എന്നാൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൽ നമുക്ക് എന്താണ്? അവിടെ പൈസ എന്ന് പറയുന്ന ഒരു ഇതിന് ഇല്ല. നമ്മൾ പൈസ ഏൺ ചെയ്യുന്നില്ല, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് എന്താണ്? ദിസ് വിൽ ഹെൽപ്പ് അസ് ടു അച്ചീവ് അവർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും ഇമോഷണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഫുൾഫിൽമെൻ്റൊക്കെ ആയിട്ട് അത് മാറുന്നുണ്ട്. ലൈക്ക് നമ്മൾ എന്താണ് പറഞ്ഞല്ലോ, നമ്മൾ പ്രേ ചെയ്യുന്നു, ഓരോരുത്തരുടെയും റിലീജിയസ് പരമായിട്ട് പ്രേ ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ്, ഓരോ ആളുകളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ എന്താണ്, നമുക്ക് റിട്ടേൺ ആയിട്ട് അവിടെ ഒന്നും ലഭിക്കുന്നില്ല. പ്രോഫിറ്റോ മണിയോ ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വിളിക്കുന്നതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. സോ എല്ലാവർക്കും ആ ഒരു സെഷൻ നല്ല രീതിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മളൊരു ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറയുവാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ വീഡിയോസിൻ്റെ സെഷനിൽ കിടപ്പുണ്ട്, എല്ലാവർക്കും പോയി കാണാവുന്നതാണ്. വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടെ ഇത് പഠിക്കാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ട്, പെട്ടെന്ന് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഈ എക്കണോമിക് ആക്ടിവിറ്റീനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ബിസിനസ് എന്നും പ്രൊഫഷൻ എന്നും എംപ്ലോയ്മെൻറ്റും ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ആ ഒരു ചാർട്ടും കൂടെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. ബിസിനസ്സും എംപ്ലോയ്മെൻറ്റും പ്രൊഫഷനും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഈ ഒരു സെഷനിൽ തന്നെ ആഡ് ചെയ്യാം. അതിൻ്റെ കമ്പാരിസണും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാൻ നോക്കാം. ലെങ്തി ആകുവാണെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ്? ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ നമ്മൾ പഠിച്ചത്? ബിസിനസ്സിന് ഒരു എക്കണോമിക് ആക്ടിവിറ്റിക്ക് നമ്മളൊരു എക്സാമ്പിൾ പഠിച്ചായിരുന്നല്ലോ. എന്തായിരുന്നു? ബിസിനസ്. സോ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി concerned mainly with the production and exchange of goods for the purpose of earning profit. കണ്ട, പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് എന്താണ് ഓരോരുത്തരും ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ആ ആക്ടിവിറ്റീനെ പറയുന്ന പേരാണ് ബിസിനസ്. ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി കൺസേൺഡ് മെയിൻലി വിത്ത് ദ പ്രൊഡക്ഷൻ. എന്താണ്? ഒന്നെങ്കിൽ അവരവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങളും ഇനി സേവനങ്ങളും വരാം, സർവീസും ആകാം. ഓക്കെ,
സാധനങ്ങളും സേവനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യുന്നു ഫോർ ദി പർപ്പസ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് എന്താണ് അവർ സാധനങ്ങൾ ഒന്നെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് സിംപ്ലി നമുക്ക് പറയാം എന്താണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ്. സോ ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ ഈസ് വിത്ത് ദ മോട്ടീവ് ഓഫ് എന്താണ്, അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പർപ്പസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഏർണിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് അവർ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു. നെക്സ്റ്റ് ഫോർ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ അടുത്തൊക്കെ ഓരോ ഷോപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽസ് ഷോപ്പ്. അപ്പം നമ്മൾ ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് നിങ്ങൾ ഓരോ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ എന്താണ് ആവശ്യത്തിന് ഇപ്പോൾ അരിയില്ല, പഞ്ചസാരയില്ല, എണ്ണയില്ല എന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ ആ കടക്കാരൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കും. അതുവഴി എന്താണ്, അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ റീറ്റെയിൽ നമുക്ക് സാധനങ്ങൾ തരുന്ന ആൾക്ക് എവിടെ നിന്ന് സാധനം കിട്ടുന്നുണ്ട്, ഒരു ഹോൾസെയിലർ. അയാൾ എന്ത് ചെയ്യും, ആ ഹോൾസെയിലർ ബൾക്കായിട്ട് ഇവർക്ക് സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കും. ആ സാധനങ്ങൾ കുറച്ചും കൂടെ പൈസ കൂട്ടിയാണ് അവർ നമുക്ക് വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു റീറ്റെയിലുകാരൻ, ഗ്രോസറി ഷോപ്പ് നടത്തുന്ന ഉടമസ്ഥൻ എന്താണ്, അയാൾ ചെയ്യുന്ന കാര്യത്തിന് വിളിക്കുന്ന പേരാണ് ബിസിനസ്. മനസ്സിലായോ? അതാണ് ബിസിനസ്. നെക്സ്റ്റ്, അതാണ് സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് ഒരു എക്സാമ്പിൾ പറയാനായിട്ട് കിട്ടുന്നത്. പിന്നെന്താണ്, നമുക്ക് അടുത്ത ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻവോൾവ്സ് ദ പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ or exchange of goods and services undertaken with the motive of earning profit by satisfying the human needs in the society. ഇതെന്താണ്, ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് എന്ന് പറയുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇൻവോൾവിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ സെയിൽ ചെയ്യുക, വിൽക്കുക, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർടേക്കൺ വിത്ത് ദ മോട്ടീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, അവർ ഈ വിൽക്കുന്നതും വാങ്ങിക്കുന്നതിലൂടെ എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്, ബൈ സാറ്റിസ്ഫൈങ് ദ ഹ്യൂമൻ നീഡ്സ് എന്ന സൊസൈറ്റിയിലെ ആളുകളുടെ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, ഇതിന് വിളിക്കുന്ന പേരാണ് ബിസിനസ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്തായിരിക്കും? അടുത്ത് നമ്മുടെ പഠിക്കാനുള്ള ടോപ്പിക്ക് പ്രൊഫഷനാണ്. സോ പ്രൊഫഷൻ എന്ന് പറയുന്നത്, പ്രൊഫഷൻ ഇൻക്ലൂഡ് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർ സ്പെഷ്യൽ നോളജ്. അവിടെ എന്താണ്, ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് വിച്ച് റിക്വയർസ് സ്പെഷ്യൽ നോളജ്. എന്താണ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നോളജ് അവിടെ വേണം, അല്ലെങ്കിൽ ആൻഡ് സ്കിൽ, ഒരു നോളജ് വേണം അല്ലെങ്കിൽ ഒരു സ്കില്ല് വേണം. ടു ബി അപ്ലൈഡ് ബൈ ഇൻഡിവിജ്വൽസ്, ഓരോരുത്തരും അവരെവിടാണോ വർക്ക് ചെയ്യുന്ന ആ ഒരു മേഖലയിൽ അവർ ഈ പറഞ്ഞ നോളജും സ്കില്ലും അപ്ലൈ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, അവരുടെ ജോലി ചെയ്യാനായിട്ട്, ഇൻ ദെയർ ഒക്യുപ്പേഷൻ. സോ പ്രൊഫഷൻ ഇൻക്ലൂഡ്സ് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർ സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽസ് ടു ബി അപ്ലൈഡ് ബൈ ഇൻഡിവിജ്വൽസ് ഇൻ ദെയർ ഒക്യുപ്പേഷൻ. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർ സ്പെഷ്യലായിട്ടുള്ള നോളജും സ്കില്ലും അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്രൊഫഷൻ. പോട്ടെ, ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്കതിനെയും മനസ്സിലാക്കാം. ഇപ്പം പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഡോക്ടർ എന്താണ്, ഡോക്ടർ വർക്ക് ചെയ്യുന്ന എവിടെയാണ്, അയാൾക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു നോളജും അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കില്ലൊക്കെ വേണ്ടേ, എന്നാലല്ലേ ആളുകളെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവരുടെ പേഷ്യൻസിന്. അതുവഴി അയാൾക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു വീട്ടിൽ കൺസൾട്ടൻസി ഇട്ട് കഴിഞ്ഞിട്ട് എന്താണ്, അവിടെ ആളുകൾ വരുന്നതെന്ന് പറയുന്ന അയാൾക്ക് ആളുകളെ ചികിത്സിക്കാനുള്ളൊരു, നമ്മൾ സാധാ മനുഷ്യരെ പോലെ അല്ലല്ലോ, അയാൾക്കൊരു സ്പെഷ്യൽ നോളജും സ്കില്ലും അതിലുണ്ട്. അതുവഴി എന്ത് ചെയ്യുന്നു, ആളുകളെ പരിശോധിച്ചിട്ട് അയാൾ അതിനുള്ള പൈസ വാങ്ങുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അതും ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് അവിടെ മാറുന്നത്. അങ്ങനെ ഈ ഡോക്ടർക്ക് ഫീസ് കിട്ടുന്നു. ഈ പറയുന്ന ഡോക്ടർക്ക് ഈ ഒരു ഒരു പ്രൊഫഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള നോളജ്, എഡ്യൂക്കേഷൻ ഇതിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടേഴ്സിനാണെങ്കിൽ ഒരു മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു
അതോറിറ്റി ഉണ്ട്. അവരുടെ മെയിൻ ഇതാണ്, അവരാണിത് സർട്ടിഫൈ ചെയ്യുന്നത്. ഇയാൾക്ക്, ഈ പറയുന്ന ആൾക്ക് ഇന്നൊരു കഴിവുണ്ട്, ഡോക്ടറായിട്ട് ഇരിക്കാം, ആളുകളെ ചികിത്സിക്കാം എന്നുള്ളൊരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സച്ച് ആക്ടിവിറ്റീസ് ആർ ജനറലി സബ്ജക്റ്റഡ് ടു ഗൈഡ് ലൈൻസ് ഓർ കോഡ് ഓഫ് കണ്ടക്ട് ലീഡ് ബൈ ദ പ്രൊഫഷണൽ ബോഡീസ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഒരു പ്രൊഫഷണൽ ബോഡീസ് പറയുന്ന ഗൈഡ് ലൈൻസും കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്തിട്ട് മാത്രമേ ഇവർക്ക് ആ ഒരു സച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ഈ പറയുന്ന ഓരോ പ്രൊഫഷൻസ്, ഇപ്പോൾ ലൈക്ക് അടുത്ത് വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലോയർ ആയിക്കോട്ടെ. ലോയേഴ്സിനാണെങ്കിൽ എന്താണ്, അവർക്കൊരു ബാർ കൗൺസിലുണ്ട്, അറിയാം, അങ്ങനെ ഒരു കൗൺസിലുണ്ട്. അതിലായിരിക്കും അവർ ഇത് വർക്ക് ചെയ്യുന്നത്, അവരുടെ അണ്ടറിലായിരിക്കും ഇവർ ജോലി ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് ഇവർക്ക്, ഈ പ്രൊഫഷനായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. അടുത്ത പോയിൻ്റ്, ദോസ് ഹൂ എൻഗേജ് ഇൻ പ്രൊഫഷൻസ്. ആരാണോ പ്രൊഫഷൻ എന്നുള്ളൊരു ഇതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യക്തി, അവരെ വിളിക്കുന്ന പേരാണ് പ്രൊഫഷൻസ്. മക്കളെ, അപ്പോൾ എന്താണ്, ദോസ് ഹൂ എൻഗേജ് ഇൻ പ്രൊഫഷൻ ആർ നോൺ ആസ് പ്രൊഫഷണൽസ്. ചിലപ്പം നിങ്ങളുടെ എക്സാമിന് ചിലപ്പം എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ഈ ഒരു ഇത് വരും, ഇതിൻ്റെ കമ്പാരിസൺസ് വരാം. എന്താണ് ബിസിനസ്, അതേപോലെ തന്നെ പ്രൊഫഷൻ എന്താണ്, അതേപോലെ തന്നെ എന്താ എംപ്ലോയ്മെൻറ്റ് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം. നമ്മൾ ഓൾറെഡി ബിസിനസ് എന്താണെന്ന് പഠിച്ചു, പ്രൊഫഷൻ പഠിക്കുന്നു. ഫസ്റ്റ് പോയിന്റ്, പ്രൊഫഷൻ ഇൻക്ലൂഡ്സ് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർ സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കില്ല്. ആ ഒരു പോയിന്റ് അവിടെ ഉണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 മാർക്ക് അവിടെ കിട്ടി. അപ്പോൾ 2 മാർക്കിനാണെങ്കിൽ സച്ച് ആക്ടിവിറ്റീസ് ആർ ജനറലി സബ്ജക്റ്റഡ് ടു ഗൈഡ് ലൈൻസ്. അവരെന്താണ്, സച്ച് പ്രൊഫഷണൽസ് എന്ന് പറയുന്ന അവർ എന്ത് ചെയ്യണം, അവരുടെ പ്രൊഫഷണൽ ബോഡീസ് പറയുന്ന ഗൈഡ് ലൈൻസും കോഡ് ഓഫ് കണ്ടക്റ്റൊക്കെ എന്താണ്, ഫോളോ ചെയ്യണം. ആ ഒരു പോയിന്റ്, 2 പോയിന്റ് 2 മാർക്ക് കിട്ടി. അതേപോലെ തന്നെ ദോസ് ഹു എൻഗേജ് ഇൻ പ്രൊഫഷൻസിൽ എൻഗേജ്ഡ് ആകുന്ന വ്യക്തികളെ നമ്മൾ എന്ത് വിളിക്കുന്നു, പ്രൊഫഷണൽസ് എന്ന് പറയുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിളായിട്ട് ഡോക്ടർ, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾ. ഓക്കെ, എല്ലാവർക്കും പ്രൊഫഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. എന്താണ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് refers to the occupation in which people work for others and get remunerated in return. മനസ്സിലായോ? എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഒക്യുപ്പേഷനാണ്. എംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു ഒക്യുപ്പേഷൻ. ഫസ്റ്റ് പോയിന്റ്, ഇൻ വിച്ച് പീപ്പിൾ വർക്ക് ഫോർ അതേഴ്സ്. പീപ്പിൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് ഗെറ്റ് റെമ്യൂണറേറ്റഡ് ഇൻ റിട്ടേൺ. അവർക്കും എന്ത് കിട്ടുന്നുണ്ട്, തിരിച്ചൊരു റിട്ടേൺ കിട്ടുന്നുണ്ട്. അതായത് എന്താണ്, സാലറി, വേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ. ഇപ്പം നമ്മളൊരു ജോലിക്ക് പോകുവാണ്, ഡെയിലി വേജസ് ആയിട്ട് ഒരു ജോലിക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഡെയിലി നമുക്ക് എന്താണ്, വേജസ് കിട്ടുന്നുണ്ട്. ഒരു മാസമാണ് നമുക്കത്, ഒരു മാസത്തിലാണ് പൈസ കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്നത് എന്താണ്, സാലറി എന്ന് വിളിക്കുന്നു. ഡെയിലി വിളിക്കുന്നതിന് നമ്മൾ വേജസ് എന്ന് വിളിക്കുന്നു, മാസത്തിൽ ലഭിക്കുന്നതിന് സാലറി എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പം ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവർ എന്താണ്, ഒരു ജോലി ചെയ്യുന്നു, വർക്ക് ഫോർ അതേഴ്സ്, മറ്റുള്ള അവരുടെ ആരാണോ പറയുന്ന ജോലി ചെയ്യണമെന്ന് പറയുന്ന അവർ പറയുന്ന ജോലി എന്ത് ചെയ്യും, അവർ ചെയ്യും. അതായത് പീപ്പിൾ ഹൂ വർക്ക് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരെ നമ്മൾ എന്ത് വിളിക്കും, ആർ കോൾഡ് എംപ്ലോയീസ്. ദ പീപ്പിൾ ഹൂ വർക്ക് ഫോർ അതേഴ്സ് ആർ കോൾഡ് എംപ്ലോയീസ്. മറ്റുള്ള ഒരാളിപ്പം നിങ്ങളൊരു സ്ഥലത്ത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാമെന്ന് വെച്ചോ. അപ്പം നിങ്ങളെന്താണ്, എംപ്ലോയി ആണ്. നിങ്ങൾക്ക് ആൻഡ് ദ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ഹൂ ഹയർ ദം, ആരാണോ നമുക്ക് ജോലി തരുന്നത്, നമുക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുന്നത്, അവരെ വിളിക്കുന്ന പേരാണ് എംപ്ലോയർ. ഓക്കെ, ഈ എംപ്ലോയർ അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് സാലറി അല്ലെങ്കിൽ വേജസ് ആയിട്ട് തരുന്നുണ്ട്. അങ്ങനെ വിളിക്കുന്ന ഇതിനെ പറയുന്നതാണ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ എന്താണ്, എംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ഓക്യുപ്പേഷൻ, ഒരു ജോലിയാണ്. ഇൻ വിച്ച് പീപ്പിൾ വർക്ക് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി അവർ ജോലി ചെയ്യുന്നു. അപ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആൻഡ് ഗെറ്റ് റെമ്യൂണറേറ്റഡ് ഇൻ റിട്ടേൺ ആയിട്ട് അവർക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ്, ദോസ് ഹു ആർ എംപ്ലോയിഡ് ബൈ അതേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ദോസ് ഹു ആർ എംപ്ലോയിഡ് ബൈ അതേഴ്സ്,
മറ്റുള്ളവരാൽ നമ്മൾ എന്താണ് ജോലി അവർ നമുക്ക് ജോലി തരുന്നു, മറ്റുള്ളവരാൽ നമ്മൾ ജോലി ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നവർ എംപ്ലോയീസ്. ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, എനിക്ക് ജോലി തന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നു, എംപ്ലോയർ. എന്താണ് എംപ്ലോയർ? എനിക്ക് ജോലി തന്ന വ്യക്തിയെ എന്ത് പറയുന്നു, എംപ്ലോയർ. അതേപോലെ തന്നെ ഞാൻ അവിടെ ജോലി ചെയ്യുന്നു, എന്നെപ്പോലെ പല ആൾക്കാരും അവിടെ ജോലി ചെയ്യുന്നു, അവരെയൊക്കെ വിളിക്കുന്ന പേരെന്താണ്, എംപ്ലോയീസ്. ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റ്, ദസ് പീപ്പിൾ who work in factories and receive wages and salary in the employment of factory owners and are employees of a factory. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് പീപ്പിൾ ഹു വർക്ക് ഇൻ എ ഫാക്ടറി, അവർക്ക് എന്ത് കിട്ടും, ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും, വേജസ് അല്ലെങ്കിൽ സാലറി ആയിട്ട് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും, അതാണ് ഒരു ഒരു ഫാക്ടറിയിലെ ജോലി ചെയ്യുന്നവരെ വിളിക്കുന്ന പേരെന്താണ്, എംപ്ലോയീസ്. അവരെ വിളിക്കുന്ന പേരാണ് എംപ്ലോയീസ്. അതേപോലെ തന്നെ ആ ജോലി പ്രൊവൈഡ് ചെയ്യുന്ന, എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ആളുകൾ വിളിക്കുന്നതാണ് ഫാക്ടറി ഓണർ. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന, ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, സാലറിയും വേജസും കിട്ടുന്നുണ്ട്, അവർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഫാക്ടറി ഓണർ. ആൻഡ് ആർ എംപ്ലോയീസ് എന്ന് പറയുന്നത് ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന്. ഇച്ചിരി ലെങ്തി ആയി പോവും, അടുത്ത സെഷനും കൂടെ എടുത്തു കഴിഞ്ഞാൽ. സോ നമുക്ക് മറ്റേ കമ്പാരിസൺ എന്നുള്ളൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. നമുക്കൊന്നും കൂടി ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പോകാം. എന്താണ് ബിസിനസ് എന്ന് നോക്കി. ബിസിനസ് എന്ന് പറയുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്, കൺസേൺഡ് മെയിൻലി വിത്ത് ദ പ്രൊഡക്ഷൻ. ഒന്നെങ്കിൽ നമ്മൾ അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് പഠിച്ചത് പ്രൊഫഷൻ എന്താണെന്ന് നോക്കി. അവർക്ക് എന്താണ് സ്പെഷ്യലായിട്ടുള്ളൊരു നോളജ്, സ്കില്ലൊക്കെ ഉണ്ടാകും. എക്സാമ്പിൾ നമ്മൾ ഡോക്ടർ, ലോയർ ഇങ്ങനെ പഠിച്ചു. പിന്നെ ദോസ് ഹു ആർ എൻഗേജ് ഇൻ പ്രൊഫഷൻസ് ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു, പ്രൊഫഷണൽസ്. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ പഠിച്ചത് എംപ്ലോയ്മെൻറ്റിൽ നമ്മൾ പഠിച്ചത് എന്താണ്, എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഒക്കുപ്പേഷനാണ് ഇൻ വിച്ച് പീപ്പിൾ വർക്ക് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് ജോലി ചെയ്ത് കൊടുക്കാനായിട്ട് അവർ അവിടെ തയ്യാറാകുന്നു, അവർ ജോലി ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും, ആ ജോലി ചെയ്തതിന് പൈസ ഉണ്ടാകും. പിന്നെ എന്താണ്, ദോസ് ഹു ആർ എംപ്ലോയ്ഡ് ബൈ അതേഴ്സ്, മറ്റുള്ളവർ എംപ്ലോയ് ചെയ്ത് അവിടെ വർക്കേഴ്സായിട്ട് നിർത്തുന്നവരെ എന്ത് പറയും, എംപ്ലോയീസ് എന്ന് പറയും. പിന്നെ ഫാക്ടറി ഓണേഴ്സ് നമ്മൾ പറഞ്ഞു, ജോലി കൊടുക്കുന്നവരെ ഓണേഴ്സ് എന്ന് പറയുന്നു, അവിടെ ജോലി ചെയ്യുന്നവരെ എംപ്ലോയീസ് എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ എല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഉണ്ടാകുമല്ലോ വിലയേറിയ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ. സോ താങ്ക് യു.